അപ്പൊ മാർച്ച് മാസത്തിലെ വെള്ളത്തിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ അതിന് സ്പെഷ്യലായിട്ട് ചെയ്യേണ്ട കുറച്ച് കൃഷികളുണ്ട്. അതൊക്കെ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ മാർച്ച് മാസത്തിന് മുന്നേ നിങ്ങൾ ചെയ്തിട്ടുള്ള കൃഷികളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെ സംരക്ഷിക്കുക, അതായത് നിങ്ങൾക്ക് 2-3 ദിവസം കൂടുമ്പോൾ മാത്രം അതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതിന് നമുക്കുള്ള സൂത്രം ചെയ്യുന്നുണ്ട് കേട്ടോ. ദേ ഇങ്ങനെയുള്ള ഒരു സൂത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. ഇപ്പോൾ മാർച്ച് മാസത്തിൽ ഉള്ള കൃഷി രീതികൾ എന്തൊക്കെയാന്നുള്ള ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതായത് മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വെള്ളം അധികം ഉപയോഗിക്കാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത്. ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ തൈകൾ നടാൻ പറ്റും, അതുപോലെ ആ തൈകൾ നടുമ്പോൾ നമ്മൾ വളരെ കുറച്ച് വെള്ളം, അതായത് ഒരു ദിവസം നനച്ചു കഴിഞ്ഞാൽ 2 ദിവസം നനയ്ക്കേണ്ട, പിന്നെ 3-ാമത്തെ ദിവസം മതി എന്നുള്ള രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് വളരെ വെള്ളം കുറവ് ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒരുപാട് പേർക്ക് വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം നിങ്ങൾക്ക് നനച്ചാൽ മതി, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നനച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് ആ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ഇതുണ്ടാവും, അയ്യോ ഞങ്ങളിപ്പോ ഗ്രോ ബാഗ് ഒക്കെ നിറച്ച് കഴിഞ്ഞതാണ്, ഇനിയിപ്പോ അതെന്താ ചെയ്യാ പറയാമെന്നുള്ളത്. ഗ്രോ ബാഗ് നിറച്ച് കഴിഞ്ഞവർക്കും വെള്ളം ഒന്നരാടം കൊടുക്കുന്ന രീതി നമ്മൾ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഗ്രോ ബാഗ് നിറച്ചിട്ട് എങ്ങനെയാണ് വെള്ളത്തിന്റെ കുറവ് നമുക്കാക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള ഗ്രോ ബാഗ് എടുക്കാം. പിന്നെ അതിലേക്ക് കരിയില നിർബന്ധമാണ് കേട്ടോ. നല്ല ഉണങ്ങിയിട്ടുള്ള കരിയില നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം ഇടാം. ഇതിലിപ്പോ നമ്മൾ സാധാരണ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ 1/2 ഭാഗം എന്നൊക്കെ പറയും. ഇതിൽ അങ്ങനെ വേണ്ട, നമുക്ക് നിറയെ തന്നെ കരിയില ഇടാം. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അടിയിലോട്ട് ധാരാളമായിട്ട് പോകും. അപ്പൊ ഇതേ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇത് അമർത്തി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യം അതേ ചകിരിയാണ് കേട്ടോ. ഈ ചകിരി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും തേങ്ങ പൊതിച്ച കഴിഞ്ഞ ഉള്ള ആ ചകിരിയാണെന്ന്. അതല്ല. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പഴയ ചകിരി ഇല്ല, തേങ്ങ പൊതിച്ചിട്ടുള്ള അപ്പോഴുള്ള ചകിരി ആണെങ്കിൽ ഇത് 3 ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി അതിന്റെ കറയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പഴകിയ ചകിരികളൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ, അങ്ങനെ നല്ല പഴകിയ ചകിരികളാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. കണ്ടോ, നമ്മൾ ഇത് കുറേ നാളായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഫ്രഷ് ചകിരി ആണെങ്കിൽ ഇതിലത്തെ കറ വന്നിട്ട് നമ്മുടെ ചെടികൾക്ക് ദോഷം വരും. അപ്പൊ ഈ ചകിരി നമ്മൾ ഇതിന്റെ അരിക് വശത്തായിട്ടാണ് വെക്കേണ്ടത്. ഒരു കാരണവശാലും അതിന്റെ നടുക്ക് വെക്കരുത്. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ചകിരി വെക്കാം, പക്ഷെ അത് ഇതിന്റെ അരിക് വശത്തായിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഇനിയിപ്പോ മണ്ണിൽ ചെയ്യുന്നവർക്കും ഇതേപോലെ കുഴിയെടുത്ത് അതിൽ കരിയില ഇട്ട് അതിന്റെ ചുറ്റും ഇതേപോലെ ചകിരി വെക്കാം കേട്ടോ. ഇതില് നമുക്ക് ഒരുപാട് വലിയ വലിയ ചകിരികളാക്കണ്ട, ഇങ്ങനെ ചെറിയ ചകിരികളാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇതിൽ വെക്കാനായിട്ട് പറ്റും. ഇത് ചകിരിയിൽ ധാരാളം പൊട്ടാഷ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് ചെടികൾക്ക് പൊട്ടാഷ്യം കിട്ടാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ വെള്ളം ഇതിൽ പിടിച്ചു നിൽക്കും. അപ്പൊ നമുക്ക് എന്നും നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് വെള്ളം പിടിച്ചു നിർത്താനായിട്ട് വളരെ നല്ലതാണ്. ഇനി പറയുന്ന ടിപ്പുകളും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ വരില്ല കേട്ടോ. അപ്പൊ ദേ നമ്മൾ ഇങ്ങനെ നിറച്ചിട്ടുണ്ട്, കണ്ടല്ലോ അല്ലെ. ഇതിന്റെ ഉള്ളില് നമ്മൾ ആദ്യം കരിയിലിട്ടു, നന്നായി അമർത്തി ചകിരി നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ചെറിയ ചെറിയ ചകിരികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും കുതിർത്താത്ത ചകിരി വെക്കരുത്. ഇനി നമ്മൾ പതിവ് പോലെ തന്നെ ട്രീറ്റ് ചെയ്ത മണ്ണെടുത്തു. നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലോട്ട് ഇടുകയാണ്. അപ്പം ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ പോട്ടി മിക്സ് ആണ് ഇടുന്നത്.
അപ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ നിങ്ങൾക്കറിയാം, എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ പറയാണ്. നമ്മൾ ചാണകമോ ആട്ടുംകാഷ്ടോ കോഴിക്കാഷ്ടോ എന്താ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അതെടുക്കാം. അതിലോട്ട് ആവശ്യാനുസരണം വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ എല്ലുപൊടി, പിന്നെ നമുക്ക് അതിലോട്ട് ബോറോണ്, എപ്സം സോൾട്ട്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് മീൻ വളം കൂടെ ചേർക്കുന്നുണ്ട്. അത് ചെടികൾക്ക് നല്ല കരുത്തായി വളരാനും നല്ല പ്രതിരോധ ശക്തിക്കുമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മൾ അത് കൂടാതെ ഞാനിതിൽ മണ്ണിര കമ്പോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചകിരി കമ്പോസ്റ്റ് അറിയാലോ, സ്പെഷ്യലായിട്ടുള്ളത്, അതതിൻ്റെ നടുക്കാണ് ഇടുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ദേ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ആവശ്യാനുസരണം ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം പൊതുവേ നമ്മൾ മറ്റ് ബാഗൊക്കെ നിറയ്ക്കുമ്പോൾ വളരെ കുറവ് അളവാണ് ഇടുക. പക്ഷെ ഇതിൽ നിറയെ തന്നെ നമുക്ക് ഇടാം. കാരണം ഇവിടെയൊക്കെ നമ്മൾ ചകിരിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതുണ്ടല്ലോ, ഈ മണ്ണൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ അതല്ലെങ്കിൽ നമുക്കൊന്നിങ്ങനെ കുലുക്കി കൊടുക്കാം. ഇതേ നമ്മളിതൊക്കെ ഇട്ടു, കണ്ടല്ലോ അല്ലേ? ഇതിപ്പോൾ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യണത്. അപ്പം ഇതിൽ വെള്ളം ഒഴിച്ചിങ്ങനെ വെക്കണ സമയത്ത് ഇപ്പം തന്നെ നമ്മൾ അതിൽ നടാനായിട്ട് പാടില്ല. നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ മണ്ണൊക്കെ ഇറങ്ങിപ്പോവും. അതിന് ശേഷം നമ്മൾ വൈകുന്നേരമാണ് ഇതെടുത്ത് നടാനായിട്ട് പാടുള്ളൂ. അതല്ല നിങ്ങൾ കാലത്താണ് നടുന്നതെങ്കിൽ വൈകുന്നേരം ഇതാക്കി വെക്കുക. പക്ഷെ എപ്പോഴും തൈകൾ നടാനായിട്ട് വൈകുന്നേരമാണ് നല്ലത്. വിത്ത് പാകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാലത്ത് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനിപ്പോൾ ഇത് ആക്കുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് സാധാരണ ചെയ്യാന്ന് വെച്ചാൽ, ഇതിങ്ങനെ ആക്കിയതിന് ശേഷം നടുവിൽ ഒരു കുഴിയെടുക്കും. കണ്ടോ, നടുവിൽ നമ്മൾ ഒരു കുഴിയെടുത്തതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ഇതുണ്ടല്ലോ, അതായത് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചകിരി കമ്പോസ്റ്റിൽ ഈ മണികൾ ഇട്ടിട്ടുള്ളത്, അത് നമ്മളിതിൻ്റെ നടുക്കിടുകയാണ് ചെയ്യണത്. അപ്പം ഇതില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം. ഇതാ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചെടികൾ ഒന്നും തന്നെ വാടി പോവില്ല. അതുപോലെ തന്നെ അതിന് നല്ലൊരു കരുത്തുണ്ടാവും, അതിൻ്റെ pH ഒക്കെ കറക്റ്റ് ആവും. അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇത്തിരി കുറഞ്ഞാലും ഇതിൻ്റെ നടുവിൽ ഇട്ടുകൊണ്ട് നമ്മൾ ചെടികൾ പറിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടികൾ നല്ല കരുത്തായിട്ട് വളരാനായിട്ട് പറ്റും. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് നടാം. ഇപ്പം ഇന്ന ചെടിയെന്നില്ല. അപ്പോൾ അതേ ഞാനിപ്പോൾ പീച്ചിലാണ് കേട്ടോ ഇതിൽ നട്ട് കാണിക്കുന്നത്. അപ്പം ഞാനിതിൽ ഇതേ 2 പീച്ചിൽ നടുന്നുണ്ട്. ഇപ്പം ഇതേ നമ്മൾ നട്ടു. അതിന് ശേഷം മേലെ നിന്നുള്ള മണ്ണ് ഇതിലോട്ട് വീണ്ടും ഇട്ട് നമ്മൾ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പീച്ചിൽ നല്ല നീളം വന്നിട്ടുള്ളതായിരുന്നു എങ്കിൽ പോലും ഇത് നമ്മൾ അങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്ത് ഇത് അടിയിൽ പോയി, കണ്ടോ? ഇപ്പോൾ അത്ര അധികം ഇത് പുറത്തോട്ട് വന്നിട്ടില്ല. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടു, നമ്മളുടെ പീച്ചിൽ ഇത്രയും നീളം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുറത്തോട്ടാണ് വരിക. പക്ഷെ നമ്മൾ ഉള്ളിൽ ഇത് ഇട്ടിട്ട് നമ്മളൊന്ന് അമർത്തി കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേ ഉള്ളിൽ പോയി, കണ്ടു. ഇതിലിപ്പോൾ അതേ കുറച്ച് മാത്രമാണ് പുറത്ത് നിൽക്കുന്നുള്ളൂ. അപ്പം ഇത് ഒരു കുഴപ്പമില്ല. അപ്പം ഇതൊന്നും കൂടെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവും. ഇനിയിപ്പോൾ ഇത്രയും നിറച്ചു എന്ന് വിഷമിക്കേണ്ട. ഇത് ബാഗ് ഇത്രയും കൂടെ നിവർത്താനുണ്ട്. മാത്രമല്ല ഇനി വെള്ളം ഒഴിക്കും തോറും ഇതിൻ്റെ ആ ചകിരിയുടെ ഇടുക്കുകളിലേക്കൊക്കെ ഇത് പോവും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇതിൽ വളങ്ങൾ ഇതൊക്കെ ഇടാനായിട്ട് പറ്റൂ കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഹ്യൂമിക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ അടുത്ത് ഹ്യൂമിക്ക് ഇപ്പോൾ തൽക്കാലം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനിതേ അതിന് പകരമായിട്ട് ഇതേ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണം. ഇനി ഇത് നമ്മൾ ഒരാഴ്ചത്തോളം നല്ല വെയിൽ തട്ടാത്ത രീതിയിൽ മാറ്റി വെക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ഉണങ്ങിയ കരിയില ഇതിൻ്റെ ചുറ്റും ഇട്ട് നമ്മൾക്ക് ഇനി വെള്ളം നനയ്ക്കാത്ത രീതിയിലുള്ള ഒരു സൂത്രമുണ്ട്. അത് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. അതിപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുള്ള ചെടിയിലാണ് നമ്മൾ കാണിക്കണേ. അതിപ്പോൾ കാണിക്കാം. ഇപ്പം എല്ലാവരും ഇതേപോലെ ചെടിയൊക്കെ നട്ട് നിങ്ങളുടെ മുളകായിക്കോട്ടെ, തക്കാളി ആയിട്ട്, വെണ്ട, വഴുതന ഏതാണെന്നുണ്ടെങ്കിലും നിലത്താണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ഇതുപോലെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പം നല്ല കരുത്തായിട്ട് വളർന്ന് നിങ്ങളിപ്പോൾ നല്ല സ്ട്രോങ് കമ്പൊക്കെ കെട്ടിക്കൊടുത്ത് ധാരാളം പൂക്കളും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളിതേ ഇതിൽ കരിയില ഇട്ട് കൊടുക്കാൻ മറക്കരുത്.
കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നറിയാം. ഇനി നമ്മൾ ഇതിന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് വെള്ളം നമ്മളധികം അതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു കോട്ടൻ്റെ തുണി എടുക്കുക. കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മൾ ഒന്ന് വെള്ളത്തിൽ മുക്കുക. സ്യൂഡോമോണസ് ഇട്ടിട്ടുള്ള വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ സ്യൂഡോമോണസ് കലക്കിയ ആ വെള്ളത്തിൽ ഈ തുണി നല്ല കോട്ടൻ്റെ തുണി എടുക്കുക. അത് പിഴിയരുത്. അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ ഈ അരികുവശത്തായിട്ട് നമ്മളിങ്ങനെ ഇടുക. ഇതുമേ ചെടിയുമ്പോൾ തട്ടരുത്. അല്ലാത്ത രീതിയിൽ നമ്മൾ ഇതിൻ്റെ ചുറ്റിപ്പം നമ്മുടെ ചെടി ഇപ്പം ഈ ഗ്രോ ബാഗിൻ്റെ ഈ അരികത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് വെക്കുന്നില്ല. അപ്പം ഈ ചെടി ഇല്ലാത്ത അതിന് തട്ടാത്ത രീതിയിൽ നമ്മൾ സ്യൂഡോമോണസ് ആക്കിയിട്ടുള്ള ആ വെള്ളത്തിൽ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തിയിട്ടുള്ള വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ആ കോട്ടൻ്റെ തുണി ഇങ്ങനെ ഇടുക. കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ കരിയിലയുണ്ട്, കരിയിലയുടെ മേലെ ഈ നനഞ്ഞ തുണി ഇങ്ങനെ ഇടുന്നത് മൂലം ഈ നനവ് എപ്പോഴും നിലനിൽക്കും. അപ്പോൾ ഇതിന് വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ചെടിക്ക് വാട്ടോ ഒന്നും ഉണ്ടാവില്ല. ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കരുത്. ഇത് അതിനുശേഷം പിറ്റേ ദിവസം നമ്മളിത് എടുത്തു മാറ്റണം. എടുത്തു മാറ്റിയിട്ട് നോക്കണം. കാരണം ഇത് ചില സാഹചര്യങ്ങളിൽ ഇതിൻ്റെ അടിയിൽ ഒച്ച അല്ലാന്നുണ്ടെങ്കിൽ വേറെ കീടങ്ങളൊക്കെ വന്നിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഇതുമ്മ കൂടെ ഒഴിക്കരുത് ഒരു കാരണവശാലും. നമ്മൾ ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ നനച്ചിട്ട് ഇതിങ്ങനെ കരിയിലയുടെ മേലെ വീണ്ടും ഒരു പൊത എന്ന പോലെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണത് വളരെ കുറവ് വരും. പിന്നെ ഈ ഒരു നനവ് മൂലം നമ്മുടെ ചെടിക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ നല്ല പച്ചപ്പായിട്ട് ധാരാളം പൂക്കളും ഇതേപോലെ മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മാസത്തിൽ, അതായത് മാർച്ച് മാസത്തിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ മാർച്ച് മാസത്തിൽ നമുക്ക് എല്ലാതരം കൃഷികളും ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ചെയ്യേണ്ട കൃഷികൾ ഏതൊക്കെയാന്ന് വെച്ചാൽ വെള്ളരി, കുമ്പളം, മത്തൻ, തണ്ണിമത്തൻ തുടങ്ങിയത് നമ്മൾ ധാരാളമായിട്ട് ചെയ്യാം. അതിന് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവ് മതി. പയർ അതും ധാരാളമായിട്ട് ചെയ്യാം. പിന്നെ മുളക്, തക്കാളി, വെണ്ട, വഴുതനയൊക്കെ ഇപ്പോൾ ഉള്ളവർ ആക്കുക. മറ്റുള്ളവർ അതിൻ്റെ ഒരു അളവ് കുറയ്ക്കുക. ഒരുപാട് വേണ്ട അത്. പക്ഷെ ഈ വള്ളി വീശുന്നതുണ്ടല്ലോ, ഈ മാർച്ച് മാസത്തിൽ ഈ വള്ളി വീശുന്നത് ധാരാളമായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളരിയൊക്കെ നടേണ്ട ഒരു സമയമാണല്ലോ അല്ലേ? അപ്പോൾ വെള്ളരി കൃഷി പ്രത്യേകം ചെയ്യുക. ഈ വെള്ളരി കൃഷിയിൽ യാതൊരു കീടബാധ ഇല്ലാതിരിക്കാനുള്ള കുറച്ച് ടിപ്പും കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇപ്രാവശ്യം വെള്ളരി കൃഷി ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നിലത്ത് നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ വെള്ളരി കൃഷി ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കൂടുതൽ ഉപകാരമാവും. അപ്പോൾ മാർച്ച് മാസത്തിൽ ചീരയും അതെ ധാരാളമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ചീര 2 ദിവസം കൊണ്ട് തന്നെ പാകി കളിപ്പിക്കാനുള്ള ഒരു ടിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കണു. ആ ഒരു രീതിക്ക് ചീരയാണെന്നുണ്ടെങ്കിലും ബാക്കി ഏത് വിത്തുകളും നിങ്ങൾക്ക് പാകി കളിപ്പിക്കാം. അപ്പോൾ എല്ലാവരും പാകി കളിപ്പിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഗ്രോ ബാഗ് നിറച്ചിട്ട് എങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ കാണിച്ചല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ വെള്ളം വളരെ കുറവ് മതി. പിന്നെ നിങ്ങൾ അടുക്കളയിൽ പാത്രം കഴുകണേക്കാൾ മുമ്പ്, അതായത് ഫസ്റ്റ് സോപ്പൊക്കെ ആക്കണേക്കാൾ മുമ്പുള്ള ഒരു വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാക്കാം. പിന്നെ കഞ്ഞിവെള്ളം അത് നിങ്ങൾക്ക് പുളിക്കകത്ത് മാറ്റി വയ്ക്കാം. അരി കഴുകുന്ന വെള്ളം, പിന്നെ നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ഉഴുന്ന്, അരി ഇതൊക്കെ കഴുകുന്ന വെള്ളം, പരിപ്പ് പയറ് കഴുകുന്ന വെള്ളം, അതൊക്കെ നമുക്ക് എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വെള്ളമില്ല എന്ന് വെച്ചിട്ട് കൃഷി ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാവും. ഇനി എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ടും മനസ്സിലായില്ല, വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും.